കൈത്താക്കാലം 2-ാം ഞായർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മുന്തിരിച്ചെടിയും ശാഖകളും. മനുഷ്യപ്രകൃതത്തോട് ഏറ്റവും സാമ്യമുള്ള ഒരു ചെടിയാണ് മുന്തിരിച്ചെടി. വെട്ടിയൊരുക്കിയാൽ മാത്രം ഫലം കായ്ക്കുന്ന ഒരു ചെടിയാണിത്. അതേപോലെ എളുപ്പത്തിൽ വെട്ടിയൊരുക്കുവാൻ സാധിക്കുന്ന ഒരു മൃഗം മനുഷ്യൻ മാത്രമാണ്. മറ്റ് മൃഗങ്ങൾ ഒരു ശീലം പഠിക്കണമെങ്കിൽ ഒരേ ശീലം പലയാവർത്തി പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മനുഷ്യനാകട്ടെ ഒറ്റയാവർത്തി കണ്ടാൽ അത് പഠിക്കുവാനും ഹൃദ്യസ്ഥമാക്കുവാനും കഴിവുള്ള രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്കിലും മനുഷ്യന് ജഡത്തിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ നന്മയുടെ ശീലങ്ങൾ പഠിക്കണമെങ്കിൽ അതിന് ശാസനയും ശിക്ഷണവും ഏറെ ആവശ്യമുണ്ട് താനും. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്നാണല്ലോ വചനം പറയുന്നത്. ഇതിൻ്റെ കുറെ കൂടി ശക്തമായ ശിക്ഷണ പ്രബോധനമാണ് ഹെബ്രായർ 12 നാം വായിക്കുന്നത്. നമ്മുടെ ഭൗതിക പിതാക്കന്മാർ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് നമ്മെ പരിശീലിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മീയ പോഷണത്തിനായി ദൈവം നമ്മെ നിരന്തരം പരിശീലിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ നമ്മുടെ ആത്മീയ പരിശീലനത്തിൻ്റെ ഭാഗമാണെന്നും യേശുവും കുരിശിലെ സഹനത്തിലാണ് ലോകരക്ഷ സാധ്യമാക്കിയതുമെന്നുമുള്ള പാഠം എപ്പോഴും നമ്മുടെ സ്മരണയിലുണ്ടാകട്ടെ. ഇതേപോലെ ഒരു മുന്തിരിച്ചെടി നട്ടുപിടിപ്പിച്ച ഒരു കർഷകന് അതിനെ വെട്ടിയൊരുക്കുമ്പോൾ അതുമൂലം പിന്നീട് ലഭിക്കാനിരിക്കുന്ന അധിക ഫലത്തെക്കുറിച്ച് അവബോധമില്ലെങ്കിൽ ഏറെ ദുഃഖം തോന്നുന്നു. കർക്കശമായ നിലപാടുകളുള്ള മുൻകാലങ്ങളിലെ മാതാപിതാക്കളും അധ്യാപകരും ആദ്യമൊക്കെ കുട്ടികൾക്ക് ഏറെ വെറുപ്പുണ്ടാക്കിയിരുന്നുവെങ്കിലും പിന്നീട് ജീവിതത്തിൽ ഏറെ നേട്ടങ്ങളുണ്ടായി കഴിയുമ്പോൾ അവരെ നന്ദിയോടെ ഓർക്കാറുണ്ട്. ഒരു കായികാഭ്യാസി എത്ര കർക്കശമായ പരിശീലനം കൊണ്ടാണ് ഒന്നാമനാകുന്നത്. എല്ലാ നേട്ടങ്ങളുടെ പുറകിലും ഇതേപോലെ കഠിനാധ്വാനത്തിൻ്റെ കഥകളുണ്ട്. ഇന്ന് കാലം മാറി, ഏറെ മാറിപ്പോയി. ഒന്നും ഒന്നരയും കുട്ടികളുള്ള കുടുംബങ്ങളിൽ അവരാണ് കൽപ്പനകൾ നൽകുന്ന രാജാക്കന്മാരും രാജ്ഞിമാരും. അച്ചടക്കമില്ലാത്ത വഴിപിഴച്ച ജീവിത സാഹചര്യങ്ങളിലേക്ക് അവർ എളുപ്പത്തിൽ വഴുതി വീഴുന്നു. സമയാസമയം തിരുത്തലുകൾ നൽകാത്തതിനെ പ്രതി പരിതപിക്കുന്ന ഏറെ മാതാപിതാക്കന്മാരെ നമുക്ക് ചുറ്റും കാണാം. തല്ലാനും കൊല്ലാനും കഴിയാതെ ബന്ധുജനങ്ങൾക്കിടയിലും നാട്ടിലും മക്കളെ പ്രതി അപമാനിതരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. ഫലം ചൂടാൻ തക്കവിധത്തിലാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വെട്ടിയൊരുക്കപ്പെടാതെ സ്വാഭാവികമായി നാം ആരും ഫലമണിയുന്നവരാകുകയില്ല. ഒരു മുന്തിരിച്ചെടിയിലെ മുരടിച്ച കമ്പുകൾ വെട്ടിമാറ്റുമ്പോൾ പുതിയ നാമ്പുകൾ മുളയ്ക്കുകയും അത് പൂവിട്ട് മധുരമുള്ള മുന്തിരിക്കുലകളാകുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ പ്രകൃതിയിലുള്ള പാപവാസനകളെ അല്പം ക്ലേശിച്ചിട്ടാണെങ്കിലും വെട്ടിമാറ്റുമ്പോഴാണ് അവിടെ വിശുദ്ധി കൊണ്ട് നിറയുന്നതും നമ്മിൽ സൽഫലങ്ങൾ നിറയുന്നതും. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ശാപമേറ്റ അത്തിമരം പോലെ നമ്മുടെ ജീവിതവും ശാപമേറ്റതാകും. തഴച്ചു വളരുന്നതായി തോന്നിയാലും കൊയ്ത്തിൻ്റെ കാലത്ത് കളകൾ കെട്ടുകെട്ടാക്കി കെടാത്ത തീയിലേക്ക് എറിയപ്പെടുന്ന വിധി തന്നെയായിരിക്കും നമുക്കും ഉണ്ടാകുക.